വടക്കൻ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിന്റെ മതിലിൽ ഒരു സുന്ദരിയായ യുവതിയുടെ ചിത്രമുണ്ടായിരുന്നു. അത്രയും ജീവനുള്ള ആ ചിത്രത്തിൽ ഒരു യഥാർത്ഥ യക്ഷി താമസമാക്കി. ഓരോ രാത്രിയും ആ യക്ഷി ചിത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരും, അതേ സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ. ആ ചിത്രത്തെപ്പറ്റി ഒരു വിശ്വാസമുണ്ടായിരുന്നു. ആരെങ്കിലും ആ ചിത്രത്തിന് മുന്നിൽ നിന്ന് ഇന്ന് രാത്രി എന്നെ സമീപിക്കൂ എന്ന് പറഞ്ഞാൽ അവൾ ആ രാത്രിയിൽ തന്നെ അയാളെ സമീപിക്കും. ആ പ്രദേശത്തെ യുവാക്കൾ ഇത് പരീക്ഷിച്ചു. യക്ഷി അവരെ സമീപിച്ചു. അങ്ങനെ ചിലർ മരിച്ചു, ചിലർക്ക് ഗുരുതരമായ അസുഖം പിടിപെട്ടു. വളരെ കുറച്ചു പേർക്ക് മാത്രമേ അവളുടെ ശക്തിയെ താങ്ങാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെയിരിക്കെയാണ് വെൺമണി ഇല്ലത്തെ ഇളയ പുത്രനായ നമ്പൂതിരിയെ അവന്റെ പിതാവ് വേദപഠനത്തിനായി ആ പ്രദേശത്തെ ഒരു മഠത്തിലേക്ക് അയച്ചത്. എന്നാൽ അവൻ പഠനത്തിൽ മോശമായതുകൊണ്ട് സഹപാഠികൾ അവനെ നിരന്തരം പരിഹസിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. അതിനാൽ അവൻ വളരെ മനംനൊന്ത് ഒറ്റപ്പെട്ടു പോയിരുന്നു. ഒരു ദിവസം വെൺമണി നമ്പൂരിയും ചില യുവാക്കളും ആ ക്ഷേത്രത്തിലെത്തി. അവന്റെ നിഷ്കളങ്കത ഉപയോഗിച്ച് അവർ അവനെ യക്ഷിയെ വിളിക്കാൻ പ്രേരിപ്പിച്ചു. അവൻ ചിത്രത്തിലേക്ക് നോക്കി പറഞ്ഞു, ഇന്ന് രാത്രി എന്നെ സമീപിക്കൂ. ആ രാത്രി യക്ഷി വന്നു. അവൾ ശാന്തമായി അവന്റെ മുറിയിൽ പ്രവേശിച്ചു. അവനെ തലോടി ഉണർത്തി. ഭയമല്ല, ആകർഷണമായിരുന്നു അവൻ അനുഭവിച്ചത്. ആ രാത്രി മുതൽ അവരുടെ ഇടയിൽ ഒരു അസാധാരണ ബന്ധം ആരംഭിച്ചു. പ്രഭാതത്തിന് മുമ്പ് അവൾ പറഞ്ഞു, എനിക്ക് പോകണം, പക്ഷെ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഓരോ രാത്രിയും വരും. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, നീ മറ്റൊരു സ്ത്രീയെയും എൻ്റെ അനുമതിയില്ലാതെ സ്പർശിക്കരുത്. അങ്ങനെ ചെയ്താൽ ഞാൻ ഒരിക്കലും തിരികെ വരില്ല. അവൻ അത് സമ്മതിച്ചു. ദിവസങ്ങൾ മാസങ്ങളായി. അവൾ ഓരോ രാത്രിയും എത്തി. അവരുടെ ബന്ധം കൂടുതൽ ആഴത്തിലായി. അങ്ങനെയിരിക്കെ അവന്റെ പഠനം അവസാനിച്ചു. ആ രാത്രി അവൻ ദുഃഖിതനായിരുന്നു. ഞാൻ പോകുന്നു, നിന്നെ വിട്ട് എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചു. യക്ഷി പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ വരും. അടുത്ത ദിവസം പിതാവ് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷവും അവൾ രാത്രികളിലെത്തി. അവൻ യക്ഷിയെ ഭാര്യയായി സങ്കല്പിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പിതാവ് പറഞ്ഞു, നിന്റെ വിവാഹം നടത്തണം. അവൻ അതപ്പോൾ തന്നെ നിരസിച്ചു. പിതാവ് കോപിച്ചു, നീ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ ഈ വീട് വിട്ടു പോകണം. ആ രാത്രി അവൻ കരഞ്ഞു. യക്ഷി വന്നപ്പോൾ അവൻ എല്ലാം പറഞ്ഞു. അവൾ അപ്രതീക്ഷിതമായി പറഞ്ഞു, നീ വിവാഹം കഴിക്കണം, കുടുംബം തുടരേണ്ടതാണ്. പിന്നീട് അവൾ ഒരു നിബന്ധന വെച്ചു, ഒരു രാത്രി ഭാര്യയോടൊപ്പം, മറ്റൊരു രാത്രി എനിക്ക് വേണ്ടി. അവൻ സമ്മതിച്ചു. വിവാഹം നടന്നു. അങ്ങനെ അവൻ 2 ലോകങ്ങൾക്കിടയിൽ ജീവിച്ചു. മാസങ്ങൾക്ക് ശേഷം അവന്റെ ഭാര്യ ഒരു മകനെ പ്രസവിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. മകന്റെ ഉപനയന സമയമെത്തി. ആ ചടങ്ങിന് മുൻപുള്ള രാത്രി യക്ഷി വന്നു. അവൻ പറഞ്ഞു, നാളെ എൻ്റെ മകന്റെ ഉപനയനം. യക്ഷി സന്തോഷിച്ചു. അവൾ ഒരു അഭ്യർത്ഥന നടത്തി, ഞാൻ നിന്റെ ആദ്യ ഭാര്യയാണ്, നിന്റെ മകന്റെ മൂത്ത അമ്മയും. നാളെ അവൻ ഭിക്ഷ ചോദിക്കാൻ വരുമ്പോൾ ആദ്യമായി അരി നൽകേണ്ടത് ഞാനായിരിക്കണം. ഞാനൊരു ബ്രാഹ്മണ സ്ത്രീയുടെ വേഷത്തിൽ വരും. അവൻ സമ്മതിച്ചു. അടുത്ത ദിവസം ചടങ്ങു തുടങ്ങി. യക്ഷി ബ്രാഹ്മണ സ്ത്രീയുടെ വേഷത്തിലെത്തി. അവൾ മറ്റുള്ളവരോടൊപ്പം നിൽക്കുകയും ചെയ്തു. അവളെ കണ്ടപ്പോൾ ചിലർ സംശയിച്ചു, ഇവളാരാണ്? ചടങ്ങിന്റെ സമയമെത്തി. അവൻ പുരോഹിതനോട് പറഞ്ഞു, ആ പുതിയ സ്ത്രീ ആദ്യം നൽകട്ടെ. പുരോഹിതൻ എതിർത്തു. അത് അമ്മയുടെ അവകാശമാണ്. അവൻ പറഞ്ഞു, അവൾ എൻ്റെ ആദ്യ ഭാര്യയാണ്, മൂത്ത അമ്മ. എല്ലാവരും ഞെട്ടി. അവന്റെ ഭാര്യ കോപത്തോടെ പറഞ്ഞു, ഇത് ഞാൻ ചെയ്യേണ്ട ചടങ്ങാണ്, ഞാൻ അനുവദിക്കില്ല. ഈ സ്ത്രീയെ പുറത്താക്കൂ. സ്ത്രീകൾ ഒരുമിച്ച് യക്ഷിയെ പുറത്തേക്ക് തള്ളിയിട്ടു. അപമാനിതയായ യക്ഷി തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി. അവൾ അവനെ നോക്കി പറഞ്ഞു, നീ നിരപരാധിയാണ്, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. പിന്നീട് മറ്റുള്ളവരെ നോക്കി അവൾ ശപിച്ചു, എന്നെ ഇവിടെ അപമാനിച്ചു. അതിനാൽ ഈ ഇല്ലത്തിൽ 3 തലമുറകൾക്ക് ശേഷം പുരുഷന്മാർ ഉണ്ടാകില്ല, ഉപനയനം നടക്കുകയുമില്ല. അവൾ വീണ്ടും പറഞ്ഞു, എന്നാൽ എൻ്റെ അനുഗ്രഹമായി അവസാന തലമുറകളിൽ 2 മഹാനായ പണ്ഡിതന്മാർ ജനിക്കും. ദുഃഖത്തോടെ അവൾ പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ ലോകത്തും സ്വീകരിക്കപ്പെടില്ല, ഇനി ഞാൻ ജീവിക്കില്ല. ഒരു പ്രകാശജ്വാല ഉയർന്നു. അവൾ അതിൽ ലയിച്ചു. യക്ഷിയുടെ ശാപവും അനുഗ്രഹവും സത്യമായി. വെൺമണി